ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 17. എന്നെ നിർമ്മിക്കൽ. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസോ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അപ്പോസ്തല പ്രവർത്തികൾ 15-ാം അധ്യായം 36-37 വാക്യങ്ങൾ. 7 വയസ്സുകാരനായ തോമസ് എഡിസൺ സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുകയോ നന്നായി പഠിക്കുകയോ ചെയ്തില്ല. ഒരു ദിവസം ഒരു അധ്യാപകൻ അവനെ മാനസിക വൈകല്യമുള്ളവനെന്ന് പോലും വിളിച്ചു. അവൻ കലിതുള്ളി വീട്ടിലെത്തി. അടുത്ത ദിവസം അധ്യാപകനുമായി സംസാരിച്ച ശേഷം പരിശീലനം ലഭിച്ച അധ്യാപികയായ അവൻ്റെ അമ്മ തോമസിനെ വീട്ടിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അവളുടെ സ്നേഹവും പ്രോത്സാഹനവും, അതായത് ദൈവം നൽകിയ പ്രതിഭയും മൂലം തോമസ് ഒരു മികച്ച കണ്ടുപിടുത്തക്കാരനായി മാറി. പിന്നീട് അദ്ദേഹം എഴുതി, എൻ്റെ അമ്മ എന്നെ നിർമ്മിച്ചു. അവൾ വളരെ സത്യമാണ്. എന്നെക്കുറിച്ച് വളരെ ഉറപ്പായിരുന്നു. എനിക്ക് ജീവിക്കാൻ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ നിരാശപ്പെടുത്തരുത്. പ്രവർത്തികൾ 15 യോഹന്നാൻ മർക്കോസിനെ കൂട്ടിക്കൊണ്ടു പോകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതുവരെ ബർന്നബാസും അപ്പോസ്തലനായ പൗലോസും മിഷണറിമാരായി ഒരുമിച്ച് സേവനം അനുഷ്ഠിച്ചുവെന്ന് നാം വായിക്കുന്നു. പൗലോസ് എതിർത്തതിന് കാരണം മർക്കോസ് മുമ്പേ പംഫുല്യയിൽ നിന്ന് അവരെ വിട്ടുപോയി എന്നതായിരുന്നു. തൽഫലമായി പൗലോസും ബർന്നബാസും വേർപിരിഞ്ഞു. പൗലോസ് ഷീലാസിനെയും ബർന്നബാസ് മർക്കോസിനെയും കൂടെ കൂട്ടി. മർക്കോസിന് രണ്ടാമതൊരവസരം നൽകാൻ ബർന്നബാസ് തയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം ഒരു മിഷണറിയായി സേവിക്കാനും വിജയിക്കാനുമുള്ള മർക്കോസിൻ്റെ കഴിവിന് കാരണമായി. അവൻ മർക്കോസിനെ സുവിശേഷം എഴുതുകയും തടവിലായിരിക്കുമ്പോൾ പൗലോസിന് ആശ്വാസം നൽകുകയും ചെയ്തു. നമ്മിൽ പലർക്കും തിരിഞ്ഞു നോക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും വേണ്ടി അതുപോലെ ചെയ്യാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് ആരെ പ്രോത്സാഹിപ്പിക്കാനാകും? ചിന്തിക്കുക. ആരാണ് നിങ്ങളെ വിശ്വസിക്കുകയും വിജയിക്കുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്തത്? നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആ വ്യക്തി എന്താണ് ചെയ്തത്? ദൈവത്തിന് മഹത്വം.